നോമ്പുകാലത്തെ 5-ാം വാരത്തിലെ ബുധനാഴ്ച വിശുദ്ധ വാരത്തിലേക്കും ഈസ്റ്ററിലേക്കുമുള്ള നമ്മുടെ യാത്രയുടെ നിർണായകമായ ഒരു ഘട്ടമാണ്. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ നാം ഒരുങ്ങുമ്പോൾ ഈ ബുധനാഴ്ച പ്രധാനമായും 3 ആത്മീയ സത്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. 1. യഥാർത്ഥ സ്വാതന്ത്ര്യം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന വചനമാണ് ഈ ദിനത്തിലെ ഏറ്റവും വലിയ സന്ദേശം. പാപത്തിൻ്റെയും തെറ്റായ ശീലങ്ങളുടെയും അടിമത്തത്തിൽ നിന്ന് മോചനം നേടി ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ബാഹ്യമായ നിയമങ്ങളെക്കാൾ ഉപരിയായി ഹൃദയശുദ്ധിയോടെ സത്യത്തെ സ്നേഹിക്കാൻ ഈ ദിവസം നമ്മെ പഠിപ്പിക്കുന്നു. 2. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. പഴയ നിയമത്തിലെ ശാദ്രോക്കിനെയും മേശാക്കിനെയും അബേദ്ഗോനെയും പോലെ അഗ്നിചുള്ളിയുടെ നടുവിലും ദൈവത്തെ തള്ളിപ്പറയാതെ വിശ്വാസം നമുക്കുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ജീവിതത്തിലെ പ്രതിസന്ധികൾ കഠിനമാകുമ്പോഴും ദൈവം കൂടെയുണ്ടെന്ന ഉറപ്പാണ് നോമ്പിൻ്റെ കരുത്ത്. 3. മനസ്സിൻ്റെ നവീകരണം. നോമ്പുകാലം അവസാനത്തോടടുക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും വെറും ചടങ്ങുകളായി മാറുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഹൃദയത്തിൽ സ്നേഹവും കരുണയും നിറയുന്നതാണ് യഥാർത്ഥ നോയമ്പ്. നമ്മുടെ മറ്റുള്ളവരോടുള്ള സമീപനം എങ്ങനെയാണെന്നും മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നും നാം ചിന്തിക്കണം. സത്യസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തളച്ചിട്ടിരിക്കുന്ന തിന്മയുടെ കെട്ടുകളിൽ നിന്ന് മോചനം നൽകി അങ്ങയുടെ പ്രിയ മക്കളായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.